കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലറോട് വിശദീകരണം തേടി ചാൻസലർ ആരിഫ് മുഹമ്മദ് ഖാൻ. സർവകലാശാലയിലെ ബാനർ നീക്കാത്തതിലും ഗവർണർ പങ്കെടുത്ത പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നതിലുമാണ് വിശദീകരണം തേടിയത്. പ്രൊഫസർ എം ജയരാജിനെതിരെ നടപടിയുണ്ടാകുമെന്നുള്ള റിപ്പോർട്ട് പുറത്തുവരികയാണ്. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായുണ്ട്. അമൽ, ഈ യൂണിവേഴ്സിറ്റി വിസിയോട് നിർദ്ദേശിച്ചിട്ടും ആദ്യം ഈ ബാനർ നീക്കാത്ത സാഹചര്യത്തിൽ ഗവർണർ നേരിട്ടിറങ്ങി ബാനർ നീക്കാൻ പറയുന്നതും പോലീസിനെ കൊണ്ട് നീക്കം ചെയ്യിപ്പിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടിരുന്നു. ഇതിലിപ്പോൾ അന്ന് തന്നെ വിസി ചില മറുപടികൾ പറയുകയും ചെയ്തിരുന്നു. ഇപ്പോൾ വിശദീകരണം തേടിയിരിക്കുന്നു. എന്ത് നടപടി ഉണ്ടാകാനാണ് സാധ്യത? സർക്കാരും വി സിയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഇങ്ങനെ തുടരുകയാണ്. ഈ സർവകലാശാല വിഷയത്തിൽ ഊന്നിയുള്ള ഏറ്റുമുട്ടൽ അതിൽ പിന്നോട്ടില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് ഇപ്പോൾ എന്തായാലും രാജ്ഭവൻ. ഈ വിഷയത്തിൽ ഗവർണർ കോഴിക്കോട് പങ്കെടുത്ത പരിപാടിയിൽ, യൂണിവേഴ്സിറ്റിയിലെ പരിപാടിയിൽ എന്തുകൊണ്ട് വി സി എത്തിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ രാജ്ഭവൻ ചോദിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ വിശദീകരണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വി സിയോട് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. 24 മണിക്കൂറിനുള്ളിൽ വിശദീകരണം വേണം എന്നുള്ളതാണ് രാജ്ഭവൻ്റെ ആവശ്യം. അതായത് പരിപാടിയിൽ സാധാരണ നിലയിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ പരിപാടി നടക്കുകയാണ് എങ്കിൽ ചാൻസലർ പങ്കെടുക്കുന്ന പരിപാടിയിൽ അവിടെ വി സി ഉണ്ടായിരിക്കണം, വി സി ആയിരിക്കണം ആ പരിപാടിയുടെ അധ്യക്ഷൻ എന്നുള്ളതാണ് പ്രോട്ടോകോൾ. പക്ഷേ ആ പ്രോട്ടോകോൾ പാലിക്കപ്പെട്ടില്ല. അങ്ങനെ ഒരു കീഴ്വഴക്കം പാലിക്കാത്തത് എന്തുകൊണ്ടാണ്? ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് പരിപാടിയിൽ നിന്നും വിട്ടുനിൽക്കുന്നു എന്നുള്ളതായിരുന്നു പ്രൊഫസർ എം കെ ജയരാജൻ്റെ വിശദീകരണം. പക്ഷേ ആ വിശദീകരണത്തിൽ ഇന്നലെ പറഞ്ഞിരുന്നത് രാജ്ഭവനെ അറിയിച്ചത്. പക്ഷേ ആ വിശദീകരണത്തിൽ രാജ്ഭവൻ തൃപ്തരല്ല. അങ്ങനെയാണ് എങ്കിൽ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളാൽ വി സി വിട്ടുനിൽക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് പകരം ഒരാളെ പ്രോ വി സിയെ എന്തുകൊണ്ട് ആ പരിപാടിക്ക് അയച്ചില്ല, പ്രതിനിധിയെ അയച്ചില്ല എന്ന ചോദ്യമാണ് രാജ്ഭവൻ ചോദിക്കുന്നത്. ഈ വിഷയത്തിൽ മറുപടി ഉണ്ടായ ശേഷം കൂടുതൽ നടപടികളിലേക്ക് നീങ്ങാനാണ് രാജ്ഭവൻ ഇപ്പോൾ ആലോചിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ വി സി താമസിക്കുന്നത് ഗസ്റ്റ് ഹൗസിന് തൊട്ടടുത്താണ്. അവിടെ SFIയുടെ ബാനർ ഉണ്ടായിരുന്നത്. അത് അഴിച്ചു മാറ്റണമെന്ന് നിർദ്ദേശം ഉണ്ടായിട്ടും കൃത്യമായ ഇടപെടൽ നടത്താൻ വി സിക്ക് കഴിഞ്ഞില്ല.